ഹായ്, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ കൂടി നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. ഇങ്ങനെയായിരുന്നു ഒരു ക്വസ്റ്റ്യൻ. അബി സെൽസ് എ കൗ ടു മഹി അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 30% ആൻഡ് മഹി സെൽസ് ഇറ്റ് ടു ഹിമ അറ്റ് എ ലോസ് ഓഫ് 20%. ഇഫ് ഹിമ പേസ് rupees 104,000 for it, at which price did Abi buys the cow? ഇവിടെ എന്താ ക്വസ്റ്റ്യൻ പറയുന്നത് വെച്ചാൽ, ഒരു പേഴ്സൺ ഉണ്ടായിരുന്നു. ആ പേഴ്സൺ ഏതോ ഒരു പർട്ടിക്കുലർ ഐറ്റം വാങ്ങി. ഈ അബി എന്ന് പറഞ്ഞയാള് ഒരു കൗവിനെ മേടിച്ചു. എത്ര രൂപയ്ക്കാണ് മേടിച്ചത് നമുക്കറിയില്ല. അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അങ്ങനെ അബി ഈ കൗവിനെ ആർക്ക് വിറ്റു? മഹിക്ക് വിറ്റു. അബി ഈ കൗവിനെ മഹിക്ക് വിറ്റു. എന്നിട്ട് മഹി എന്താ ചെയ്യുന്നത്? മഹി ഈ കൗവിനെ വീണ്ടും മറച്ചു വിറ്റു. ആർക്ക് കൊടുത്തു? ഹിമയ്ക്ക് കൊടുത്തു, ഈ സെയിം കൗവിന്. അപ്പൊ അവർക്ക് ലാഭവും നഷ്ടമൊക്കെ ഉണ്ടാകുന്ന കഥ പറയുന്നുണ്ട്. ഇത് രണ്ട് രീതി പറയാം. എളുപ്പമുള്ള മെത്തേഡ് അല്ല പറയാം, നിങ്ങൾക്ക് മനസ്സിലാകാനുള്ള ഏറ്റവും സിമ്പിൾ മെത്തേഡിൽ ആദ്യം പറയാം. നമുക്ക് ഇതിനകത്ത് അബിയുടെ കോസ്റ്റ് പ്രൈസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്, അല്ലേ? എങ്കിൽ നമ്മൾ നോക്കുന്നു കോസ്റ്റ് പ്രൈസ് ഓഫ് അബി. കോസ്റ്റ് പ്രൈസ് ഓഫ് അബി എന്ന് പറഞ്ഞാൽ, ഞാൻ വിചാരിച്ചു എക്സ് രൂപയ്ക്കാണ് മേടിച്ചത്. അബി ഒരു എക്സ് രൂപയ്ക്കാണ് ഈ പശുവിനെ മേടിച്ചത് എന്ന് നമ്മൾ വിചാരിച്ചു. കാരണം നമുക്ക് കണ്ടുപിടിക്കപ്പെടേണ്ടത് എന്താണ്? കോസ്റ്റ് പ്രൈസ് ഓഫ് അബി ആണ് കണ്ടുപിടിക്കാനുള്ളത്, അല്ലേ? അബി എത്ര രൂപയ്ക്കാണ് ഈ കൗവിനെ വാങ്ങിയെന്നല്ലേ കണ്ടുപിടിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ കോസ്റ്റ് പ്രൈസ് ഓഫ് അബി, അല്ല ഈ കൗ എന്നുള്ളത് അബീന്റെ കോസ്റ്റ് പ്രൈസ് നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? അബി ഈ കൗവിനെ മഹിക്ക് മറിച്ചു വിറ്റു, മഹിക്ക് വിറ്റു. അങ്ങനെ വിറ്റപ്പോൾ അബിക്ക് എത്ര പെർസെന്റ് പ്രോഫിറ്റ് കിട്ടി? ഒരു 30% പ്രോഫിറ്റ് കിട്ടി. അബി ഈ കൗവിനെ മഹിക്ക് കൊടുത്തപ്പോൾ അബിക്ക് എത്ര ലാഭം കിട്ടി? 30% ലാഭം കിട്ടി. സ്വാഭാവികമായിട്ടും സെല്ലിംഗ് പ്രൈസ് ഓഫ് അബി എത്രയായിരിക്കും? സെല്ലിംഗ് പ്രൈസ് ഓഫ് അബി എത്രയാണോ അബിയുടെ കോസ്റ്റ് പ്രൈസ്, അതിനേക്കാൾ 30% അബിക്ക് ലാഭം കിട്ടി. എങ്കിൽ വിൽക്കുന്ന എത്ര രൂപയ്ക്കായിരിക്കും? അതിന്റെ 130% ആയിരിക്കും. നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണ്. 100 പ്ലസ് പ്രോഫിറ്റ് പെർസെന്റ് ബൈ 100. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് കിട്ടി? അബിയുടെ സെല്ലിംഗ് പ്രൈസ് കിട്ടി. അബി എത്ര രൂപയ്ക്കാണ് വിറ്റേക്കുന്നത്? എത്രയാണോ അബിയുടെ കോസ്റ്റ് പ്രൈസ്, അതിന്റെ 130% ആര് വിറ്റത്? അബി ഈ കൗവിനെ മഹിക്ക് വിറ്റത്. അങ്ങനെ മഹി ഈ സാധനത്തിനെ മേടിച്ചു. സ്വാഭാവികമായിട്ടും മഹിയുടെ കോസ്റ്റ് പ്രൈസ് എത്രയായിരിക്കും? മഹി എത്ര രൂപയ്ക്കായിരിക്കും ഇത് മേടിച്ചിട്ടുണ്ടാവുക? എത്ര രൂപയ്ക്കായിരിക്കും? എത്ര രൂപയ്ക്കാണ് അബി വിറ്റത്, ആ പൈസ ആരാ കൊടുക്കുന്നത്? മഹിയാ കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ടും കോസ്റ്റ് പ്രൈസ് ഓഫ് മഹി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ എക്സ് ഇൻറ്റു 130/100 ആയിരിക്കും. കാരണം എത്രയാണോ അബിയുടെ സെല്ലിംഗ് പ്രൈസ്, അതായിരിക്കും എന്ത്? മഹിയുടെ കോസ്റ്റ് പ്രൈസ്. നമ്മൾ ആ ഒരു ഐഡിയ മനസ്സിൽ വെച്ചേക്കണം. അബിയുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് വെച്ചാൽ എന്താ? അബിക്ക് കിട്ടിയ പൈസയാണ് എന്ത്? അബിയുടെ സെല്ലിംഗ് പ്രൈസ്. ഈ പൈസ ആരാ കൊടുത്തത്? മഹിയാണ് കൊടുത്തത്. ഈ സെയിം എമൗണ്ട് ആരാ കൊടുത്തത്? മഹിയാണ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ആ സെയിം എമൗണ്ട് ആയിരിക്കും എന്ത്? മഹിയുടെ കോസ്റ്റ് പ്രൈസ്. മഹി ഈ സാധനം മേടിക്കാൻ വേണ്ടി മഹിക്ക് ചെലവായ പൈസ. ആർക്ക് വേണ്ടി ചെലവാക്കി? മഹി അത് അബിക്ക് കൊടുത്തു. സ്വാഭാവികമായിട്ട് അതെന്തായിരിക്കും? അബിയുടെ സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും. ഈ രണ്ട് കാര്യം സെയിം ആണെന്നുള്ള കാര്യം മനസ്സിൽ വെച്ചേക്കുക. എന്നിട്ട് വീണ്ടും മഹി ഇത് എന്ത് ചെയ്തു? ഹിമയ്ക്ക് കൊടുത്തു. ഹിമയ്ക്ക് എത്ര പെർസെന്റേജ് എങ്ങനെ കൊടുത്തു? ലോസിന് വിറ്റു 20%. മഹി ഇത് ഹിമയ്ക്ക് കൊടുത്തപ്പോൾ മഹിയുടെ കോസ്റ്റ് പ്രൈസിന്മേൽ ഒരു 20% മഹിക്ക് ലോസ് ആണ് സംഭവിച്ചത്. സ്വാഭാവികമായിട്ടും സെല്ലിംഗ് പ്രൈസ് ഓഫ് മഹി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? എത്രയാണോ മഹിയുടെ കോസ്റ്റ് പ്രൈസ്, അതിന്റെ 20% അയാൾക്ക് നഷ്ടപ്പെട്ടു. സ്വാഭാവികമായിട്ടും 20% നഷ്ടപ്പെട്ടാൽ ബാക്കി എത്രയായിരിക്കും കൊടുക്കേണ്ടത്? 20ന്റെ ബാക്കി 80% അയാൾ അത് വിറ്റു. ഈ എഴുതിയ കാര്യം മനസ്സിലായോ? എത്രയാണോ മഹിയുടെ കോസ്റ്റ് പ്രൈസ്, അതിന്റെ 20 അയാൾക്ക് നഷ്ടപ്പെട്ടു. ബാക്കി എന്തായിരിക്കും? 100 മൈനസ് ലോസ് പെർസെന്റേജ് 100. അതല്ലേ സെല്ലിംഗ് പ്രൈസിന്റെ ഇക്വേഷൻ. അപ്പൊ 100 മൈനസ് ലോസ് പെർസെന്റേജ് എത്രയാണ്? 100 മൈനസ് 20 80/100. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? സെല്ലിംഗ് പ്രൈസ് ഓഫ് മഹിയും കിട്ടി. എങ്കിൽ എന്തായിരിക്കും ഹിമയുടെ കോസ്റ്റ് പ്രൈസ്? ഇത് ആർക്കാ വിറ്റത്? ഹിമയ്ക്കല്ലേ. അപ്പൊ സെല്ലിംഗ് പ്രൈസ് ഓഫ് മഹി ആയിരിക്കും എന്ത്? കോസ്റ്റ് പ്രൈസ് ഓഫ് ഹിമ. എങ്കിൽ കോസ്റ്റ് പ്രൈസ് ഓഫ് ഹിമ എത്രയാ? എക്സ് ഇൻറ്റു 130/100 ഇൻറ്റു 80/100. ഇതാണെന്ത്? ഹിമയുടെ കോസ്റ്റ് പ്രൈസ്. ഈ ഒരു പാത്ത് മനസ്സിലായി എങ്ങനെയാ പോകുന്നതെന്ന്. വാങ്ങിയയാളുടെ കോസ്റ്റ് പ്രൈസും വിറ്റിയാളുടെ സെല്ലിംഗ് പ്രൈസും എന്തായിരിക്കും? എപ്പോഴും സെയിം ആയിരിക്കും. കാരണം സെയിം എമൗണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഹിമ ഈ ഒരു കൗവിന് വേണ്ടി എത്ര രൂപ ചെലവാക്കിയെന്ന് ഇവിടെ പറയുന്നത്? 10,400 10,400 റുപ്പീസ് ആണ് ഇവിടെ ഹിമ ചെലവാക്കിയത്. ആ ചെലവാക്കിയതിന്റെ ഇക്വേഷൻ അല്ലേ ഈ പറയുന്നത്? ഈ എക്സ് ഇൻറ്റു 130/100 ഇൻറ്റു 80/100. എങ്കിൽ ഇതിന് നമുക്ക് എത്ര പറയാം? 10,400 റുപ്പീസിന് എഴുതി കൂടെ? എങ്കിൽ ഈ ഒരു എമൗണ്ടിന്റെ വാല്യൂ ആണെന്ത്? ഈ 10,400. എങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് ആയി? കോസ്റ്റ് പ്രൈസ് ഓഫ് അബി അല്ലേ എക്സ് എന്ന് പറഞ്ഞാൽ. നമുക്ക് ഒരു ഇക്വേഷൻ, ഒരു വേരിയബിൾ അല്ലേ ഉള്ളൂ. ഈ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്ന വാല്യൂ തന്നെയാണെന്ത്? ഈ പറയുന്ന 10,400 റുപ്പീസ്. എങ്കിൽ അത് ഇക്വേറ്റ് ചെയ്താൽ എക്സിന്റെ കാര്യത്തിലോട്ട് നോക്കി
എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു 130/100 ഇൻറ്റു 80/100 അല്ലേ 10400. അപ്പം ബാക്കിയുള്ള ടൈമിലേക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ മൾട്ടിപ്ലിക്കേഷനിലെ റൈറ്റ് സൈഡിന്റെ ലെഫ്റ്റിലേക്ക് വരുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. ഡിവിഷൻ എല്ലാം എന്ത് ചെയ്യും? മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പൊ ഇവിടെ ഡിവിഷനായിട്ട് കടന്ന 200 മൾട്ടിപ്ലിക്കേഷൻ ആവും. മൾട്ടിപ്ലിക്കേഷനായിട്ട് കടന്ന 130യും 80യും അടിയിൽ എന്താവും? ഡിവിഷൻ ആവും. ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? എക്സ് കിട്ടും. എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഉറപ്പായിട്ടും കോസ്റ്റ് പ്രൈസ് ഓഫ് അബിയാണ്. അതാണ് നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ. ഇതൊരു നിങ്ങൾ എക്സാമിന് ചെയ്യേണ്ട മെത്തേഡല്ല, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു തന്നൊരു മെത്തേഡാണ്. എക്സാമിന് ഒറ്റ സ്റ്റെപ്പ് മതി. ഒരൊറ്റ സ്റ്റെപ്പ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ ഇത് സോൾവ് ചെയ്ത് നോക്കാം എന്ത് കിട്ടുന്നു. നമുക്ക് 2 0 ക്യാൻസൽ ചെയ്യാം. പിന്നെ 13 ഇൻറ്റു 8 104. നിങ്ങൾക്ക് ഒന്നുകിൽ 8 കൊണ്ട് വെട്ടാം, അല്ലെങ്കിൽ 13 കൊണ്ട് വെട്ടാം. എങ്ങനെ വെട്ടിയാലും മതി. 8 കൊണ്ട് വെട്ടി എത്ര കിട്ടും നോക്കാം. 8ഉം 104 1 8 8 24 കിട്ടും. 3 8 24. ഇനി ഈ 13ഉം ക്യാൻസൽ ചെയ്തു. അവിടെ കഴിഞ്ഞു. ബാക്കി എത്ര 0 ഉണ്ടെന്ന് നോക്കിയാൽ മതി. എത്ര 0 ഉണ്ട്? 1 2 3 4 0 ഉണ്ട്. ഒരു 1 എഴുതി 4 0 ഇട്ടാൽ ആൻസറായി. അതായത് എത്രയായിരിക്കും അതിന്റെ വില? കോസ്റ്റ് പ്രൈസ് 10,000 രൂപ വിലയുള്ള ഒരു കവ് ഉണ്ടായിരുന്നു. 10,000 രൂപ വിലയുള്ള ഒരു കവിനെയാണ് അബി മേടിച്ചത്. എന്നിട്ട് അബി അത് എന്ത് ചെയ്തു? മഹിക്ക് വിറ്റു. മഹി അത് എന്ത് ചെയ്തു? ഹിമയ്ക്ക് വിറ്റു. അങ്ങനെ ഹിമ എത്ര രൂപ പേ ചെയ്തു? 10,400 രൂപ പേ ചെയ്തു. സ്വാഭാവികമായിട്ടും അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കാൻ എന്താ? കോസ്റ്റ് പ്രൈസ് ഓഫ് അബിയാണ്. സ്വാഭാവികമായിട്ടും കോസ്റ്റ് പ്രൈസ് ഓഫ് അബി എത്ര കിട്ടും? 10,000 കിട്ടും. ഇനി ഇത് ഈ ഒരു രീതിയിൽ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ എക്സാമിൽ ഇത് ചോദിച്ചാൽ നമ്മളിങ്ങനെ പടം വരയ്ക്കാൻ നിൽക്കണ്ട. ഒറ്റ രീതിയിൽ ഒരു സ്റ്റെപ്പിൽ ഈ ഒരു കാര്യം ഒരു ഇക്വേഷൻ ആയിട്ട് എഴുതിയാൽ മതി. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ എളുപ്പവഴി ഇവിടെ നിന്ന് പറഞ്ഞുതരാം. എളുപ്പവഴി എന്ന് പറയുമ്പോൾ 2 3 4 മെത്തേഡ് ഉണ്ട്. അതിൽ ഞാൻ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ കുറച്ച് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഏതാണോ എളുപ്പത്തിൽ മനസ്സിലാവുന്നത്, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ തന്നെ കുറച്ച് വേഗത്തിൽ ചെയ്യാനായിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കോസ്റ്റ് പ്രൈസ് ഓഫ് അബിയാണ്. കോസ്റ്റ് പ്രൈസ് ഓഫ് അബി എന്നുള്ളതിന് ഞാൻ എക്സ് ആയിട്ട് എടുത്തു. അപ്പം അബി X രൂപയ്ക്ക് എന്ത് ചെയ്തു? നമ്മൾ എക്സാമിന് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇങ്ങനെ വിചാരിക്കുക. അബി X രൂപയ്ക്ക് എന്ത് ചെയ്തു? കവിനെ മേടിച്ചു. എന്നിട്ട് അത് മഹിക്ക് വിറ്റു. എങ്ങനെ? 30% പ്രോഫിറ്റ്. സ്വാഭാവികമായിട്ട് എത്ര ആയിരിക്കും കിട്ടുന്ന അയാൾക്ക്? 130/100 ആയിരിക്കും അയാൾക്ക് കിട്ടുന്നത്. 130/100 രൂപയ്ക്ക് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന മഹിക്ക് വിറ്റുന്നത്. മഹി അതെന്ത് ചെയ്തു? വീണ്ടും ഹിമയ്ക്ക് വിറ്റു. 20% ലോസ്. ലോസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അയാൾക്ക് സംഭവിക്കുക? ഈ ഒരു എമൗണ്ടിന് ലോസ് സംഭവിച്ചാൽ എത്രയായിരിക്കും? 20% ലോസ് എന്ന് വെച്ചാൽ അതിന് 20 പോയി ബാക്കി 80/100. ഇങ്ങനെ വിറ്റപ്പോൾ അയാൾക്ക് എത്ര കിട്ടി? ഹിമയ്ക്ക് ഒരു 10,400 റുപ്പീസ് കിട്ടി. എങ്കിൽ എന്തായിരിക്കും കോസ്റ്റ് പ്രൈസ് ഓഫ് അബി? ഈ ഒരൊറ്റ ഇക്വേഷൻ എഴുതാവും. നമ്മുടെ കണക്ക് ഇങ്ങനെ നേരത്തെ പടം വരച്ച് നമുക്ക് വരയ്ക്കരുത്. ഇതുപോലെ ക്വസ്റ്റൻ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. അവിടെ എങ്ങനെയൊക്കെ വ്യത്യാസം വരുന്നത്? ഈ പ്രോഫിറ്റിന്റെ സമയത്ത് ലോസ് വരും. 2 ലോസ് ആയിരിക്കും, ചിലപ്പം 2 പ്രോഫിറ്റ് ആയിരിക്കും. നിങ്ങൾ അസൈൻമെന്റ് ആയിട്ട് എന്ത് ചെയ്യുക? ഈ നമ്പേഴ്സ് ഈ 30ക്കും ഈ 20ക്കും പകരം വേറെ നമ്പർ ഇടുക. ഈ പ്രോഫിറ്റിനും ഈ ലോസിനും പകരം 2 പ്രോഫിറ്റ് ഇട്ട് നോക്കുക, 2 ലോസ് ഇട്ട് നോക്കുക, ലോസും പ്രോഫിറ്റ് മാറി ഇട്ട് നോക്കുക. അങ്ങനെയൊക്കെ മാറി തിരിഞ്ഞിട്ട് എന്തൊക്കെ വരുന്നത് നോക്കുക. ഒന്നുമില്ല, പ്രോഫിറ്റ് ആണ് പറയുന്നതെങ്കിൽ 100+ ആ % എടുക്കുക. ലോസ് ആണ് പറയുന്നതെങ്കിൽ അത് എവിടെയായാലും 100 മൈനസ് ആ വാല്യൂ എടുക്കുക. ഇതിപ്പം 30 ലോസും 20 ലോസും ആണെങ്കിലോ എത്ര എടുക്കും? എക്സ് ഇൻറ്റു 70/100 ഇൻറ്റു 80/100. കാരണം 70 എടുക്കാൻ കാര്യം എന്താ? ഇവിടെ 30 ലോസ് ആണ് പറയുന്നതെങ്കിൽ ഉറപ്പായിട്ട് 100 മൈനസ് ലോസ് എടുത്താൽ മതി. എക്സ് ഇൻറ്റു 70/100 ഇൻറ്റു ഇവിടെ ലോസ് 20% 80/100. അങ്ങനെ രണ്ടും അങ്ങനെ എടുത്താൽ മതി. ഇത് 2 പ്രോഫിറ്റ് ആണെങ്കിലോ ഇവിടെയും 30 പ്രോഫിറ്റ്, ഇവിടെയും 20 പ്രോഫിറ്റ്. എങ്ങനെയായിരിക്കും? 130/100 ഇൻറ്റു 120/100 ആയിരിക്കും. അപ്പൊ അതിൽ വലിയ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. എന്താണോ ആദ്യത്തെ കോസ്റ്റ് പ്രൈസ് അതിലിങ്ങനെ വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? നമുക്ക് ലാസ്റ്റ് പേയബിൾ എമൗണ്ട് കിട്ടുന്നത്. ലാസ്റ്റ് പേയബിൾ എമൗണ്ട് ആണെന്ന് വെച്ചാൽ 10,400 ആയിരുന്നു. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് നേരത്തെ സോൾവ് ചെയ്താൽ ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 10,000 തന്നെ കിട്ടും. അപ്പൊ അത്രേ ഉള്ളൂ. ഈ ഒരൊറ്റ സ്റ്റെപ്പേ ഉള്ളൂ നമുക്ക് എക്സാമിന് ചോദിച്ചാൽ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടി നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. നിങ്ങൾ എഫക്റ്റീവ് പെർസെന്റേജ് ഒക്കെ നിങ്ങൾ മുൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ 2 പ്രാവശ്യം ഒരു പെർസെന്റേജിന് വേറൊരു പെർസെന്റേജ് മൾട്ടിപ്പിൾ ചെയ്താൽ അതിന് നമുക്ക് എന്ത് ചെയ്യാം? എഫക്റ്റീവ് പെർസെന്റേജ് മെത്തേഡ് ഉപയോഗിക്കാം. അതായത് ഇവിടെ എന്തായിരുന്നു? ഈ കോസ്റ്റ് പ്രൈസ് ഓഫ് അബിക്ക് 2 പ്രാവശ്യം ചേഞ്ച് സംഭവിക്കുന്നു. എന്തായിരുന്നു? ആദ്യം ഒരു പ്രോഫിറ്റ് സംഭവിക്കുന്നു 30%, അതായത് 130/100. പിന്നെ ആ ഒരു എമൗണ്ടിന് വീണ്ടും ഒരു സംഭവിക്കുന്നു ഒരു 20% ലോസ്. അതെന്തായിരുന്നു? 80/100. ആദ്യം ഒരു 20% പ്രോഫിറ്റ്, പിന്നെ ഒരു 30% പ്രോഫിറ്റ്, പിന്നെ ഒരു 20% ലോസ്. ഇത് കണ്ടോ? ഒരു പെർസെന്റേജിനെ വേറൊരു പെർസെന്റേജിന് മൾട്ടിപ്പിൾ ചെയ്യല്ലേ? നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും ഒരു പെർസെന്റേജിനെ വേറൊരു പെർസെന്റേജിന് മൾട്ടിപ്പിൾ ചെയ്യുന്നതിന് പകരം എഫക്റ്റീവ് പെർസെന്റേജ് ഉപയോഗിക്കാം. ഇവിടെ എന്തായിരുന്നു? ഒരു 30% പ്രോഫിറ്റ് ആയിരുന്നു, ഒരു 20% ലോസ് ആയിരുന്നു. എങ്കിൽ എഫക്റ്റീവ്ലി ഈ പറയുന്ന അബിയുടെ കോസ്റ്റ് പ്രൈസ് ഈ ഹിമയ്ക്ക് വിൽക്കുമ്പോൾ എത്ര പെർസെന്റേജ് ചേഞ്ച് ആയി എന്ന് ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? ഈ പറയുന്ന ആദ്യം ഒരു 30% പ്രോഫിറ്റ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു 20% ലോസ് ഉണ്ടായിരുന്നു. നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ അത് വേഗത്തിൽ കിട്ടും. എഫക്റ്റീവ്ലി എത്ര % ചേഞ്ച് ഉണ്ടായി? ഇപ്പൊ 2 ചേഞ്ച് അല്ലേ? ഇതിനെ ഒറ്റ ചേഞ്ച് ആയിട്ട് പറയാനായിട്ട് നമുക്ക് മറ്റേ
എഫക്റ്റീവ് പെർസെന്റേജ് അറിയാം, x+y+x5/100. ഇവിടെ ഒന്ന് പ്രോഫിറ്റും ഒന്ന് ലോസും ആയിട്ട് എന്തെടുക്കണം, പ്രോഫിറ്റിന്റെ പ്ലസ് ആയിട്ടും ലോസിനെ മൈനസ് ആയിട്ട് എടുക്കുന്നു. അപ്പൊ എത്ര ഇടും, +30 -20 -600/100. എഫക്റ്റീവിൽ എത്ര ചേഞ്ച് ഉണ്ടാവുന്നു, +30 -20 +10 -6. എഫക്റ്റീവിൽ എത്ര കിട്ടി, 4% പ്രോഫിറ്റ്. അതായത് എഫക്റ്റീവ് നമ്മൾ കൂട്ടുമ്പോൾ പോസിറ്റീവാണ് കിട്ടുന്നെങ്കിൽ അത് പ്രോഫിറ്റ് ആയിരിക്കും, എഫക്റ്റീവ് കൂട്ടുമ്പോൾ നെഗറ്റീവാണ് കിട്ടുന്നെങ്കിൽ എന്തായിരിക്കും, ലോസ് ആയിരിക്കും. അപ്പൊ കോസ്റ്റ് പ്രൈസ് ഓഫ് അബിക്ക് എത്ര ചേഞ്ച് ഉണ്ടായി, ഒരു 4% പ്രോഫിറ്റ് ഉണ്ടായപ്പോഴാണ് അയാൾ ആർക്ക് വിറ്റത്, ഹിമയ്ക്ക് വിറ്റത്. ഇതെന്താ ഈ ഒരു മെത്തേഡിന്റെ പ്രത്യേകത, ഇതിനകത്ത് ഇടയ്ക്കുള്ള മഹി എന്നുള്ള ഒരു പെർസെന്റേജ് നമ്മളിവിടെ ഒഴിവാക്കി. എന്ന് വെച്ചാൽ ആ ഇടയ്ക്കുള്ളൊരു മൾട്ടിപ്ലിക്കേഷൻ, ഈ ഒരു വലിയ മൾട്ടിപ്ലിക്കേഷൻ വരാൻ നമുക്ക് ജസ്റ്റ് ഇനി ഈ 4% മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. എല്ലാവർക്കും ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ 1-2 തവണ ഈ വീഡിയോ കാണുക, അല്ലെങ്കിൽ മുമ്പുള്ള എഫക്റ്റീവ് പെർസെന്റേജ് വീഡിയോ കാണുക. കാരണം ഇത് അത്ര എളുപ്പമുള്ള മെത്തേഡാണ്. ഇതുപോലത്തെ ഏത് ക്വസ്റ്റ്യൻ നമ്മുടെ കോമ്പൗണ്ട് ടെസ്റ്റ് ആയാലും അതിനകത്തെല്ലാം ഇത് ഉപയോഗിക്കാം. അപ്പം ഇതെന്താണ് ഇനി ബാക്കി സ്റ്റെപ്പ്. അപ്പൊ അബിയുടെ കോസ്റ്റ് പ്രൈസിന് 4% പ്രോഫിറ്റിൽ വിറ്റപ്പോഴാണ് എന്ത് ചെയ്തത്, ഹിമയ്ക്ക് ആ സാധനം മേടിക്കാൻ പറ്റിയെങ്കിൽ അബിയുടെ കോസ്റ്റ് പ്രൈസ് ഞാൻ എക്സാക്ട് ഇട്ടെങ്കിൽ അതിന്റെ 4% പ്രോഫിറ്റ് എന്താ, ×104/100 വിറ്റപ്പോഴാണ് ഹിമയ്ക്ക് ആ സാധനം കിട്ടിയത്. ഹിമയുടെ സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസ് എത്രയായിരുന്നു, 10400. എങ്കിൽ കോസ്റ്റ് പ്രൈസ് ഓഫ് അബി ഇത് വായിച്ചേക്കാണ്. എങ്കിൽ കോസ്റ്റ് പ്രൈസ് ഓഫ് അബി എത്ര കിട്ടും നോക്കാം. എത്രയായിരിക്കും, x = 10400/104 × 100. സോൾവ് ചെയ്ത് നോക്കാം. 104 പോയി 4 0 എത്ര കിട്ടും, 1×4 10,000 rupees ആയിരിക്കും എന്ത്, കോസ്റ്റ് പ്രൈസ് ഓഫ് അബി. ഇതല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നേരത്തെ ആയിരുന്നെങ്കിൽ നമുക്ക് എന്തായിരുന്നു, 2-3 സ്റ്റെപ്പ് ചെയ്യണമായിരുന്നു. ഒരു ×130/100 എടുക്കണമായിരുന്നു, ×80/100 എടുക്കണമായിരുന്നു. അതിന് ഞാൻ സോൾവ് ചെയ്യാനുള്ളത്. പക്ഷെ നമ്മൾ എഫക്റ്റീവ് പെർസെന്റേജ് വെച്ചാൽ നമുക്ക് ഒറ്റ സ്റ്റെപ്പേ ഉള്ളൂ. അതാ എളുപ്പമൊക്കെ ഓർത്ത് വെച്ചേക്കുക. എന്തായിരുന്നു, ഫസ്റ്റ് കോസ്റ്റ് പ്രൈസിന് എഫക്റ്റീവ്ലി ഒരു 4% പ്രോഫിറ്റ് കിട്ടി വിറ്റപ്പോഴാണ് എന്ത് സംഭവിച്ചത്, ഈ പറയുന്ന ഹിമയ്ക്ക് ആ സാധനം വാങ്ങിക്കാൻ പറ്റിയത്. അതെങ്ങനെയായിരുന്നു, നമ്മൾ ഈ 2 മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പെർസെന്റേജിനെ 1 ആക്കി, എഫക്റ്റീവ്ലി എന്താണ് സംഭവിക്കുന്നത് അതാക്കി. ഒരു 30 കൂടി എന്നിട്ട് ഒരു 20 കുറഞ്ഞു എന്ന് വെച്ചാൽ അതിന്റെ എഫക്റ്റീവ് എത്രയായിരിക്കും, 4% കൂടി എന്നുള്ളതാണ് നമ്മൾ എഫക്റ്റീവ് പെർസെന്റേജ് മെത്തേഡിൽ പറയുന്നത്. അപ്പൊ ഈ 2 കാര്യം ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഒരു 4% കാര്യം മാത്രം എടുത്താൽ മതി. അപ്പൊ നമുക്ക് കാൽക്കുലേഷൻ അത്ര എളുപ്പമായില്ലേ. നിങ്ങളുടെ സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റിനകത്തായാലും ഈ പറയുന്ന പെർസെന്റേജ് ക്വസ്റ്റിനകത്തായാലും ഇതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആയാലും കോമ്പൗണ്ട് ടെസ്റ്റ് ആയാലും അതിനകത്തെല്ലാം എവിടെയെങ്കിലും 2% ചേഞ്ച് തരുന്നുണ്ടെങ്കിൽ അതിന് പകരം നമുക്ക് എഫക്റ്റീവ്ലി ഇങ്ങനെ ചേഞ്ച് കണ്ടുപിടിച്ചാൽ നമ്മുടെ കാൽക്കുലേഷൻ അത്രയും സിമ്പിൾ ആവും, വേഗത്തിൽ നമുക്ക് കിട്ടും. അതായത് ഇത്രയും മൾട്ടിപ്പിൾ ചെയ്യുന്നതിൽ നമുക്ക് ബുദ്ധിമുട്ട് അത്രയൊന്നും ചെയ്യേണ്ട. ഒരു 130 120 അല്ലെങ്കിൽ ഒരു 130 80 അങ്ങനെ ഒന്നും ചെയ്യേണ്ട. ജസ്റ്റ് ഒരു 104 അല്ലെങ്കിൽ 96 ആയിരിക്കും നെഗറ്റീവ് വന്ന് അത്രയും ഒറ്റ നമ്പർ ചെയ്താൽ മതി, വേഗത്തിൽ ആൻസർ കിട്ടും. അപ്പൊ ഈ ഒരു മെത്തേഡും കൂടി, എഫക്റ്റീവ് പെർസെന്റേജ് മെത്തേഡ് കൂടി നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഇതിന് ആൻസർ എത്ര കിട്ടും, എത്രയായിരുന്നു, കോസ്റ്റ് പ്രൈസ് ഓഫ് അബി എത്ര കിട്ടും, 10,000 rupees കിട്ടും, 10,000 rupees. അപ്പൊ ഈ ഒരു മെത്തേഡ് ഓർത്ത് വെച്ചേക്കാം. ഞാനിപ്പോ 2-3 മെത്തേഡ് പറഞ്ഞു. അതിൽ ഏത് മെത്തേഡാണ് നിങ്ങൾക്ക് എളുപ്പം തോന്നുന്നത് അത് പഠിക്കുക. വേഗത്തിൽ ചെയ്യാവുന്ന മെത്തേഡ് എന്തായാലും ഉറപ്പായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ 1-2 തവണ കൂടി വീഡിയോ കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അത് പറഞ്ഞുതരാം, അതിലൊന്നും കുഴപ്പമില്ല.